അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ, നോക്കൂ, സാമ്പത്തിക പ്രതിസന്ധി എന്ന വാക്കിലൂന്നിയായിരുന്നു പ്രൊഫസർ റോണി കെ ബേബി അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ ശ്രമിച്ചത്. പക്ഷേ അതിനെ ഖണ്ഡിക്കുന്നത് ഇങ്ങനെയാണ് ശ്രീ ആദികേശവൻ, അങ്ങനെ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഇല്ലല്ലോ എന്ന്. ഈ ഒരേ സമയം സാധാരണക്കാർക്ക് ലാഭമുണ്ടാക്കുകയും മറുവശത്ത് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന തന്ത്രം, അതല്ലേ ശരിക്കും ഈ പരിഷ്കരണത്തിലൂടെ നമ്മൾ കാണുന്നത്? കൃഷ്ണരാജ് അങ്ങ് ചൂണ്ടിക്കാണിച്ചതുപോലെ സാങ്കേതിക പറയണം, അങ്ങ് പറയണം. ശരി, ഒരു നിമിഷം ശ്രീ ജയസൂര്യൻ. ശ്രീ ആദികേശവൻ നേരത്തെ ഇടവേളയിലേക്ക് പോകുമ്പോൾ പറയണമെന്ന് പറയുന്നുണ്ടായിരുന്നു. പറയൂ ശ്രീ ജയസൂര്യൻ. ഒരു കാര്യം, അതെ, അതായത് നമ്മുടെ ഇപ്പം ഈ ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള അന്തരത്തിനെ കുറിച്ചുള്ള പരാമർശം ഉണ്ടായല്ലോ. 2 ഡേറ്റ പോയിന്റ്സ് മാത്രം ഞാൻ പറയാം. വേൾഡ് ബാങ്കിൻ്റെ റിപ്പോർട്ട് 2011-12 തൊട്ട് 2022-23 വരെയുള്ള പോവർട്ടിയുടെ മൂവ്മെൻറ്റ്, ഇന്ത്യയിലെ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ആൾക്കാരുടെ സംഖ്യ നോക്കുമ്പോൾ 20% നിന്നിരുന്ന പോവർട്ടി റേഷ്യോ 5% കുറഞ്ഞിരിക്കുന്നു എന്നത് വേൾഡ് ബാങ്ക് പറയുന്നു. ഇത് കൂടാതെ നമ്മുടെ തന്നെ നീതി ആയോഗ് ഈ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് ഏകദേശം 20 കോടി ആൾക്കാർ കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഇന്ത്യയിൽ ദാരിദ്ര്യക്ക് പുറത്തു വന്നു, അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൽ നിന്നും മുക്തരായി. ഇത് രണ്ടും ഹാർഡ് ഫാക്ട്സ് ആണ്, കണക്കാണ്. ഒരെണ്ണം വേൾഡ് ബാങ്കിൻ്റെയാണ്, നമ്മുടെ കണക്ക് പോലുമല്ല. അപ്പോൾ നമ്മൾ ഈ ചർച്ചയിൽ ഇതേപോലത്തെ കാര്യങ്ങളും പ്രസക്തമാണെന്ന് മാത്രം ഇപ്പോൾ പറയുന്നു. സോറി ശ്രീ ജയസൂര്യൻ, താങ്കളുടെ സമയം ഞാൻ കുറച്ചെടുത്തു. ശ്രീ ജയസൂര്യൻ തുടർന്നോളൂ. കൃഷ്ണരാജ് ചൂണ്ടിക്കാണിച്ച പോലെ ഒരു കാര്യമുണ്ട്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സാങ്കേതികമായിട്ടുള്ള പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നത് ജനങ്ങളിലേക്ക് എത്തുമോ എന്നൊരു ആശങ്കയാണ് കൃഷ്ണരാജ് പ്രകടിപ്പിച്ചത്. എനിക്ക് തോന്നുന്നു അതൊരു വസ്തുതയാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മളിത് കുറച്ചുകൂടി ലളിതമായി ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട കാര്യമുണ്ട്. പ്രൊഫസർ റോണി കെ ബേബി ഉന്നയിച്ച ആശങ്കകൾ, ആ ആശങ്കകൾക്ക് ആദികേശവൻ സാർ വസ്തുനിഷ്ഠമായിട്ട് മറുപടി പറഞ്ഞു. ആ വസ്തുനിഷ്ഠത എന്ന് പറയുമ്പോൾ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ഈ ചോദ്യങ്ങൾക്ക് ഉള്ള മറുപടിയിൽ നമുക്ക് കുറച്ചുകൂടി ഒരു ലാളിത്യം ഞാൻ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. റോണി കെ ബേബി പ്രൊഫസർ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ സേവിങ്സ് കുറഞ്ഞു എന്നുള്ളത്. കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ സേവിങ്സ് കുറഞ്ഞു എന്നുള്ളത് ശരിയാണ്. മറ്റൊരു കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് സെൻസെക്സ് എന്തുകൊണ്ട് കുതിച്ചുയർന്നില്ല എന്നുള്ളതുമാണ്. അതിന് ആദികേശവൻ സാർ മറുപടി പറഞ്ഞെങ്കിൽ പോലും ഞാൻ എന്റേതായ ഒരു മറുപടി കൂടി കൂട്ടിച്ചേർത്തോട്ടെ. അതായത് ഇവിടെ ഈ സെൻസെക്സിൽ എഡ്യൂക്കേഷൻ, അതുപോലെ ഇൻഷുറൻസ്, ഹെൽത്ത്, അഗ്രികൾച്ചർ ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിലേക്ക് നമ്മൾ എത്ര സൗജന്യം കൊടുത്താലും അത് പെട്ടെന്ന് മാർക്കറ്റ് റിഫ്ലക്ട് ചെയ്യില്ല. ഇപ്പൊ അഗ്രികൾച്ചറിലേക്ക് കൊടുക്കുന്നതാണെങ്കിൽ പോലും അത് അതിന്റെ ഫലം വരുമ്പോഴാണ്, വിള കൊയ്യുമ്പോഴാണ് അതിന്റെ റിസൾട്ട് വരിക. എന്ന് പറയുന്നത് പോലെ ഉള്ള ഇൻവെസ്റ്റ്മെന്റുകളെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റില് ക്രൂഡ് ഓയിലിന്റെയോ സ്വർണത്തിന്റെയോ മറ്റെന്തെങ്കിലും വിലയിലുള്ള ഫ്ലക്ച്വേഷൻ പോലെ പ്രതിഫലിക്കുകയൊന്നുമില്ല, പതുക്കെ ആയിരിക്കും വരിക. അത് ആദികേശവൻ സാർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് സേവിങ്സ് കുറഞ്ഞു എന്ന് പറയുമ്പോൾ അതിന് നേരെ ഒരു മറുവശമുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് കൂടിയെന്നാണ്. അതായത് കാർഷിക മേഖലയിലേക്ക് ഒരാൾ സോളാർ പാനൽ വെച്ചു എന്നിരിക്കട്ടെ, അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, ലക്ഷക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. സോളാർ പാനൽ വെക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം കടമെടുക്കേണ്ടി വരുമായിരിക്കും, അല്ലെങ്കിൽ കയ്യിലുള്ള പണം ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയാതെ വരുമായിരിക്കും. പക്ഷെ അതിന്റെ റിട്ടേൺ വരിക എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിന്റെ വൈദ്യുതി ചാർജ് കുറയ്ക്കുകയും നിരന്തരമായ വൈദ്യുതി ഉപയോഗം കൊണ്ട് കാർഷിക നേട്ടം കൊയ്യുകയും ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു മറുപടി നമുക്ക് ലഭിക്കുക. അതേപോലെ തന്നെയാണ് കാർഷിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ ആരോഗ്യ രംഗത്തും നമ്മൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പോൾ നമ്മൾ നോക്കൂ, കൃഷിയുടെ ഇൻഷുറൻസ് പണ്ട് കാലത്ത് നമ്മൾ കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോ കാർഷിക ഇൻഷുറൻസ് എന്ന് പറയുന്നത് വ്യാപകമായിട്ടുണ്ട്. അതുകൊണ്ട് ആ ഇൻഷുറൻസിന്റെ മേഖലയിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് നാം ഒരു 10-15 വർഷം മുമ്പ് നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിലെ കുട്ടികൾ വിദേശത്ത് പോയി പഠിക്കുക, വിദേശത്ത് ജോലി ചെയ്യുക സർവ്വസാധാരണമായിരുന്നില്ല. ഇന്ന് ഒരു 10ാം ക്ലാസ്സോ +2 കഴിഞ്ഞാൽ കുട്ടികൾ വിദേശത്ത് പോകുന്നു, അവിടെ പഠിക്കുന്നു, അവിടെ ജോലി ചെയ്യുന്നു, സർവ്വസാധാരണമായി. ഇതാരാ ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഇവിടുത്തെ സാധാരണക്കാരാണ്. അപ്പൊ അവരുടെ സാധാരണക്കാരുടെ കൈകളിലേക്ക് ഈ പണം എങ്ങനെ എത്തി? അതും ഇവിടെ വ്യക്തമായിട്ട് സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടുത്തെ കോടീശ്വരന്മാർക്ക്, സമ്പന്നന്മാർക്ക്, കോർപ്പറേറ്റുകൾക്ക് 1 ലക്ഷം കോടി രൂപയുടെ സഹായ പാക്കേജുകൾ കൊടുത്തു എന്ന് പറയുമ്പോൾ മറുവശത്ത് സാധാരണക്കാരന് വേണ്ടി കൊടുത്തത് 14 ലക്ഷം കോടി രൂപയാണ്. സമ്പന്നന് വേണ്ടി 1 ലക്ഷം കോടി കൊടുക്കുമ്പോൾ പാവങ്ങൾക്ക് 14 ലക്ഷം കോടി രൂപ കൊടുത്തപ്പോൾ ആ പാവങ്ങളുടെ കയ്യിലേക്ക് വന്ന പണമാണ് ഈ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറിയത്.
ഇതൊക്കെ കേവലം സാങ്കല്പികമായിട്ടുള്ള കണക്ക് പറച്ചിലല്ല. കാരണം ഇന്ത്യയിലെ അഗ്രികൾച്ചർ ഗ്രോത്ത് നോക്കൂ. ലോകത്തെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന, ഏറ്റവും കൂടുതൽ മുട്ട ഉൽപ്പാദിപ്പിക്കുന്ന, ഏറ്റവും കൂടുതൽ ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന, ഏറ്റവും കൂടുതൽ പയർ പരിപ്പ് വർഗ്ഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന, അങ്ങനെ ഈ ലോകത്തിന്റെ 1-ാം നമ്പർ സ്ഥാനത്തേക്ക് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഭാരതം കുതിച്ചുയർന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ 14 ലക്ഷം കോടി രൂപ ഇവിടുത്തെ സാധാരണക്കാരനിലേക്ക് പമ്പ് ചെയ്തത് കൊണ്ട് തന്നെയാണ്. ഒപ്പം തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ട്, ഗവൺമെന്റ് പോളിസികളുണ്ട്. ഇതെല്ലാം റിഫ്ലക്ട് ചെയ്യുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിൽ തന്നെയാണ്. ഈ സാമ്പത്തിക വളർച്ചയുടെ ശക്തമായ പിൻബലത്തിലാണ് ട്രംപിന്റെ അഹങ്കാരപൂർണമായിട്ടുള്ള ഈ വെല്ലുവിളിക്ക് മുമ്പിൽ നിശബ്ദനായി കുലുങ്ങാതെ ഹിമാലയം പോലെ നിൽക്കാൻ മോദിക്ക് കഴിയുന്നത്, ഭാരതത്തിന് കഴിയുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയോടൊപ്പം നിൽക്കാൻ ചൈനയെ പോലെയുള്ള രാജ്യങ്ങൾ വൈരം മറന്നുകൊണ്ട് ഒന്നിക്കാൻ തയ്യാറാവുന്നത്. അതുകൊണ്ടാണ് റഷ്യക്ക് ഇത്ര ധൈര്യം ഉണ്ടാവുന്നത്. ജപ്പാൻ പോലും ഇന്ന് ഇന്ത്യയുടെ സൗഹൃദം തേടുന്നത്. കാരണം അമേരിക്ക ഉയർത്തിവിടുന്ന ഈ യുദ്ധം എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ലോകത്തെ ഏതൊരു വൻശക്തി രാഷ്ട്രങ്ങളോടും സാധാരണ രാഷ്ട്രങ്ങളോടും ഞങ്ങൾക്ക് കീഴടങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ നശിപ്പിച്ചു കളയുമെന്ന് പറയുന്ന ധിക്കാരപൂർണമായ നടപടി ഒറ്റക്കെട്ടായി നിന്ന് നേരിടാനുള്ള ഒരു ശത്രു നിരയെ, ഒരു മിത്രനിരയെ കൊണ്ട് തന്നെ നേരിടുന്ന ഒരു സംഭവമാണ് ഇന്ന് ഭാരതം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വലിയ വാചകടിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുന്നുണ്ട്. അതിൽ ലോകത്തിന്റെ മുഴുവൻ അംഗീകാരം ലഭിക്കുന്നുമുണ്ട്. പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഇത്ര വലിയ തോതിലുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുവെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കാം. ഇത് സാധാരണ ജനങ്ങൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ റോക്കറ്റ് PSLV ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചല്ലോ. ഇന്ത്യയിൽ ആകെ വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 401. ഈ 401 ഉപഗ്രഹം വിക്ഷേപിച്ച ഇന്ത്യയിലെ 232 ഉപഗ്രഹവും അമേരിക്കക്കാർ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് പണം തന്നിട്ട് നമ്മുടെ PSLVക്ക് അകത്ത് കയറ്റി വിക്ഷേപിച്ചതാണ്. 2017 ഫെബ്രുവരി 15 നമ്മൾ ലോക റെക്കോർഡ് ഇട്ടു. 104 ഉപഗ്രഹങ്ങൾ ഒന്നിച്ച് വിക്ഷേപിച്ചു ഒറ്റ റോക്കറ്റിൽ. ആ 104 ഉപഗ്രഹം ഇന്ത്യയിൽ ഒറ്റ റോക്കറ്റിൽ വിക്ഷേപിച്ചപ്പോൾ അതിലെ 96 ഉപഗ്രഹം അമേരിക്ക കൊണ്ടുവന്നതാണ്. അമേരിക്ക കൊണ്ടുവന്ന് നമുക്ക് പണം തന്നിട്ട് നമ്മളെ കൊണ്ട് വിക്ഷേപിച്ച, കാരണം അവരുടെ നാട്ടിൽ വിക്ഷേപിച്ച കാശ് കൂടുതലാണ്, ഇവിടെ പണം വളരെ കുറവാണ്. സാങ്കേതിക വിദ്യയുടെ രംഗത്ത് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതിന് ഇതിനേക്കാൾ വലിയൊരു സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. അപ്പോൾ സാങ്കേതിക രംഗത്ത്, ആയുധ രംഗത്ത്, കാർഷിക രംഗത്ത് എന്ന് വേണ്ട സകല മേഖലയിലും സമഗ്രമായിട്ടുള്ള വികസനം നേടിക്കഴിഞ്ഞ നല്ല ഒരു സാമ്പത്തിക വ്യവസ്ഥ തന്നെയാണ് ഭാരതമെന്നും അതിന്റെ ഗ്രോത്ത് റേറ്റ് ലോകത്തെ അമ്പരപ്പിക്കുന്നതാണ് എന്നും ലോകരാഷ്ട്രങ്ങൾക്ക് ബോധ്യമായതുകൊണ്ടാണല്ലോ റഷ്യയും ചൈനയും ജപ്പാനും ബ്രസീലും അടക്കമുള്ള രാജ്യങ്ങൾ, അതുപോലെ തന്നെ സൗദി അറേബ്യ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ, ഇവരൊക്കെ തന്നെ ഭാരതവുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാൻ തയ്യാറാവുന്നത്. ഇന്ത്യൻ രൂപയിലെ 36 രാജ്യങ്ങൾ വിനിമയം ചെയ്യാൻ തയ്യാറായി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം 36 രാജ്യങ്ങളിലെ കച്ചവടത്തിൽ നിന്ന് അമേരിക്കൻ ഡോളറിനെ പുറത്താക്കി എന്ന് തന്നെയാണ്. അമേരിക്കയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇത്. ആഗോള കറൻസി എന്ന് പറയുന്ന അധീശത്വം അവസാനിപ്പിക്കാൻ മുന്നിട്ടിറങ്ങിയ രാജ്യമാണ് ഭാരതം. അപ്പോൾ ഇന്ത്യൻ കറൻസിയിൽ ബിസിനസ് ചെയ്യാൻ കഴിയുന്ന ഒരു ലോകക്രമം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് കോവിഡിന്റെ കാലഘട്ടത്തിൽ ഭാരതം തെളിയിച്ചതാണ്. അതിന് മുന്നോട്ട് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ അമേരിക്കയുടെ പ്രതിരോധം ദീർഘകാലാടിസ്ഥാനത്തിൽ ഭാരതത്തിന് ഗുണം ചെയ്യും. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ അമേരിക്കയെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് മറ്റു രാജ്യങ്ങളിലേക്ക് വളരും. ഇന്ത്യയുടെ വ്യവസായ പുരോഗതിയും അതുപോലെ തന്നെ വ്യാപാര പുരോഗതിയും മറ്റു രാജ്യങ്ങളുമായിട്ട് കൂടുതൽ സഖ്യങ്ങൾ ഉണ്ടാക്കും. നാളിതുവരെ ഉണ്ടായിരുന്ന അമേരിക്കൻ ഡോളറിനുള്ള അടിമത്തം അവസാനിപ്പിച്ചുകൊണ്ട് സ്വന്തം കറൻസികൾക്ക് ആഗോളതലത്തിൽ അംഗീകാരം നേടിക്കൊടുക്കാൻ ഇന്ത്യക്ക് സ്വന്തം കറൻസിയെ മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞെങ്കിൽ ചൈനയ്ക്കും റഷ്യക്കും ജപ്പാനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും അത് സാധിക്കുമെന്ന് പറഞ്ഞാൽ പറഞ്ഞ സ്വയം പര്യാപ്തമായ സാമ്പത്തിക സംസ്കാരം, ഞാൻ അങ്ങയിലേക്ക് വരാം.